ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. അമ്മയുടെ നാമമന്ത്രങ്ങൾ 15 മുതൽ 18 വരെ, അതായത് അഷ്ടമീ ചന്ദ്രബിഭ്രാജതളികസ്ഥലശോഭിത തുടങ്ങി വക്ത്രലക്ഷ്മീ പരിവാഹ ചലൻ മീനാഭലോചന എന്നുവരെ നമ്മൾ കണ്ടു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ 19 മുതൽ 22 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. ഇതെല്ലാം ഒരുമിച്ച് ചൊല്ലേണ്ട നാമമന്ത്രങ്ങളാണ്. അതിനാൽ ഇതിനെല്ലാത്തിനും എല്ലാ വരിയുടെയും അവസാനം ഓ ചോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈപ്പുസ്തകത്തിലും അതേപോലെ നോട്ട് ചെയ്യുക. നവചമ്പക പുഷ്പാഭനാസ ദണ്ഡവിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോഡുപമണ്ഡല. അപ്പം ഇതിൽ 19ാമത്തെ നാമമന്ത്രം നമുക്കൊന്ന് റിവേഴ്സിൽ പദം പിരിച്ചു നോക്കാം. വിരാജിത നാസാദണ്ഡവിരാജിത ആഭനാസാദണ്ഡവിരാജിത നവചമ്പക പുഷ്പാഭനാസാദണ്ഡവിരാജിത. അപ്പം ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നവചമ്പകമാണ്. ചമ്പകം, ചെമ്പകമല്ല, ചമ്പകം എന്ന് തന്നെയാണ് പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ ചൊല്ലണം. പിന്നെ ആഭ എന്നുള്ളത് ശരിക്ക് കേൾക്കണം. ആ ആഭയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. പുഷ്പാഭ എന്ന് തന്നെ പറയണം. അപ്പം നമുക്ക് ഇതിൻ്റെ സ്ഥൂലാർത്ഥം അറിഞ്ഞുകൊണ്ട് ആ ഭാവത്തോടു കൂടി ജപിച്ചു പോകാം. പുഷ്പാഭ നാസാദണ്ഡം. നായും എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ഡമരുവിൻ്റെ ആ ഡായുമാണ്. ദണ്ഡം, ദണ്ഡമല്ല, ദണ്ണമല്ല, ദണ്ഡം. നാസാദണ്ഡം എന്നൊന്നും പറഞ്ഞു പോരുത്, അർത്ഥം മാറിപ്പോവും. നാസാദണ്ഡമാണ്. പിന്നെ വിരാജിത, താ എന്നുള്ളത് നീട്ടണം. വിരാജിത, സ്ത്രീ ദേവതാ മന്ത്രങ്ങളൊക്കെ നീട്ടേണ്ടതാണ്. അപ്പോൾ വിരാജിത എന്നായി പോരുത്, വിരാജിത എന്ന് തന്നെ കേൾക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം നവചമ്പകം, അതായത് പുതുതായി വിരിയാത്ത ഒരു ചമ്പകമൊട്ട് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ആഭ, ആ ആഭ പോലെയാണ് അമ്മയുടെ നാസാദണ്ഡം. അതായത് മൂക്കിൻ്റെ ആ പാലത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നാസാദണ്ഡം, അങ്ങനെയുള്ള നാസാദണ്ഡത്തോടു കൂടി വിരാജിക്കുന്ന ആ അമ്മയ്ക്ക് നമസ്കാരം. പിന്നെ 20ാമത്തെ മന്ത്രം താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. ചൊല്ലുമ്പോൾ റിവേഴ്സിൽ ചൊല്ലുമ്പോൾ ഭാസുര ആഭരണ ഭാസുര നാസാഭരണ ഭാസുര തിരസ്കാരി നാസാഭരണ ഭാസുര താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതും ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ്. താരാകാന്തി, പിന്നെ തിരസ്കാരി, നാസാഭരണം. അത് ആഭരണം എന്നുള്ളത് കേൾക്കണം, നാസാഭരണമല്ല. മിക്ക ആളുകളും ചൊല്ലിപ്പോകുന്നത് നാസാഭരണ ഭാസുര, അതായത് മൂക്കിനെ ഭരിക്കുന്നവൾ എന്നുള്ള അർത്ഥമായി പോവല്ലോ. നാസാഭരണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. നാസാഭരണ ഭാസുര എന്ന് തന്നെ വരണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം താരാകാന്തി, അതായത് ദേവി അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിയിലെ രത്നത്തിൻ്റെ ശോഭ ശുക്രനക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ തോൽപ്പിക്കുന്നു എന്നാണ് വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിക്കുന്നത്. തിരസ്കരിക്കുക എന്നാൽ ഇവിടെ തോൽപ്പിക്കുന്ന, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. തിരസ്കരിക്കുന്ന നാസാഭരണം, മൂക്കുത്തി. അങ്ങനെ ഭാസുരയായവൾ, ശോഭിക്കുന്നവൾ എന്നാണ് ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം. ഇനി 21ാമത്തെ നാമമന്ത്രം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട്. കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര. റിവേഴ്സ് ചൊല്ലുമ്പോൾ മനോഹര നീട്ടണം. കർണപൂര മനോഹര
ക്ലിപ്ത കർണപൂര മനോഹര കദംബമഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. ഇങ്ങനെ വരും. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കദംബം. ഇവിടെ ബാലന്റെ ബായാണ്, കദംബം എന്നായി പോകരുത്. അക്ഷരശുദ്ധിക്ക് വേണ്ടി അങ്ങനെ ഉച്ചരിക്കരുത്. കദംബം, കദംബം. കദംബ മഞ്ജരി, മഞ്ഞരി അല്ല, ഞായും ജായുമാണ്, മഞ്ജരി എന്ന് തന്നെ കേൾക്കണം. നീട്ടാനുണ്ട്. കദംബ മഞ്ജരി ക്ലിപ്തം. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അക്ഷരം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ മന്ത്രങ്ങൾ സംസ്കൃതത്തിനായതിനാൽ സംസ്കൃത അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമായ ല് എന്ന അക്ഷരത്തെ കുറിക്കുന്ന ഒരു അക്ഷരമാണ്. മലയാളത്തിലാണെങ്കിൽ ല്. അത് ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു അക്ഷരമാണ് ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അക്ഷരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലിപ്തമല്ല, ക്ലിപ്തം എന്ന് ചൊല്ലിപ്പോകരുത്. ക്ലിപ്തമാണ്. ല്. ലായിക്കും ലായിക്കും ഭേദമില്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ക്ലിപ്തം എന്ന് ചൊല്ലിയാലും മതി, ക്ലിപ്തം. അപ്പം നമുക്ക് കുറച്ചുകൂടി സൗകര്യം ക്ലിപ്തമാണ്. അപ്പോൾ ല്, ക്ലിപ്തം അല്ലെങ്കിൽ ക്ലിപ്തം. ല് എന്നും ചൊല്ലാം, ല് എന്നും ചൊല്ലാം. പക്ഷെ ക്ലീ എന്നായി പോരുത്. ക്ലീ എന്നല്ല, ക്ലിപ്തമാണ്. അവിടെ വയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ചെയ്യപ്പെട്ട എന്നൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അർത്ഥം ഞാൻ പറയാം. കദംബ മഞ്ജരി ക്ലിപ്ത. ആ പ് ത എന്നുള്ളത് കേൾക്കണം ശരി. മറ്റേത് ക്ലിപ്തം. ആ ഒരു അക്ഷരത്തിന്, ആ മന്ത്രത്തിൻ്റെ ഒരു ശക്തി കുറഞ്ഞു പോകും. അപ്പോൾ ക്ലിപ്ത എന്ന് കേൾക്കണം. സംസ്കൃതം ഒക്കെ അങ്ങനെയാണ്. രക്തം എന്ന് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, രക്തം, ശക്തി, പിന്നെ വക്രം. അപ്പോൾ ഇതേപോലെ തന്നെ ക്ലിപ്തം എന്ന് കേൾക്കണം. ക്ലിപ്ത കർണപൂര മനോഹര. കർണപൂര മനോഹര എന്ന് നീട്ടണം. ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ്. അപ്പം ഇതിനൊരു സ്ഥൂലാർത്ഥം കദംബ മഞ്ജരി, അതായത് കടമ്പിൻ പൂക്കുല. ഞാനതിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ ക്ലിപ്തം നമ്മൾ നേരത്തെ കണ്ടു, അതായത് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വയ്ക്കപ്പെട്ട. കർണപൂരം, കർണാലങ്കാരം. അങ്ങനെയുള്ള കദംബ മഞ്ജരി കൊണ്ട് കർണങ്ങളെ അലങ്കരിച്ച മനോഹരിയായവൾ ആ അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഇനി 22ാമത്തെ നാമമന്ത്രം താടങ്കയുഗളീഭൂത തപനോഡുപമണ്ഡല. തിരിച്ചു ചൊല്ലുമ്പോൾ മണ്ഡല, ഉഡുപമണ്ഡല, തപനോഡുപമണ്ഡല, ഭൂത തപനോഡുപമണ്ഡല, താടങ്കയുഗളീഭൂത തപനോഡുപമണ്ഡല. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താടങ്കം. താടങ്ക, ഗഗനത്തിൻ്റെ ഗായല്ല, താടങ്കമാണ്. പിന്നെ യുഗളം, താടങ്ക യുഗളി ഭൂത, ഭാ ശ്രദ്ധിക്കണം. പിന്നെ തപനോ ഉഡുപമണ്ഡല എന്നാണ്. അപ്പം തപനനും ഉഡുപനും, ആ ഊ മുകളിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തപനോ എന്നൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ ആ ഉഡുപ്പൻ എന്നുള്ളത് കറക്റ്റായിട്ട് വരും അവിടെ. തപനോ ഡുപമണ്ഡല, അല്ലാതെ തപനോ ഡുപമണ്ഡല എന്നൊന്നും ചൊല്ലിപ്പോകരുത്. അത് ശരിക്കും നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഇങ്ങനെ ഈ റിവേഴ്സിൽ പദം പിരിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ്. ഈ ഉഡുപ്പം എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. മണ്ഡല, ഇതിൽ ഉഡുപ്പൻ, ആ ഡാ ശ്രദ്ധിക്കണം. ഉട്ടുപ്പനല്ല, ടായല്ല, ഡായാണ്. ഡമരു, ഡപ്പി എന്നൊക്കെ എഴുതേണ്ട ആ ഡാ. പിന്നെ മണ്ഡല, നായും ഡായും. അഗെയിൻ ആ ഡാ തന്നെ വന്നിട്ടുണ്ട്. നീട്ടണം, മണ്ഡല എന്ന് നീട്ടണം. അപ്പോൾ ഇതിനൊരു സ്ഥൂലാർത്ഥം താടങ്കയുഗളം, അമ്മയുടെ കർണാഭരണങ്ങളായി തീർന്ന. ഭൂത എന്നാൽ ആയിത്തീർന്ന. താടങ്കയുഗളം 2 കർണങ്ങളിലും കർണാഭരണങ്ങളായി തീർന്ന. തപനനും ഉഡുപനും. തപനൻ എന്നാൽ സൂര്യൻ, ഉഡുപ്പൻ എന്നാൽ ചന്ദ്രൻ. പൂർണ്ണചന്ദ്രനും സൂര്യനും. അങ്ങനെയുള്ള ആ ഉഡുപ്പനോടും ചന്ദ്രനോടും കൂടി അലങ്കരിക്കപ്പെട്ടവൾ. അതാണ് ഇവിടുത്തെ ഒരു സ്ഥൂലാർത്ഥം. അപ്പം എല്ലാവരും നിങ്ങളുടെ കൈപ്പുസ്തകത്തിൽ ഇതേപോലെ നോട്ട് ചെയ്ത് പഠിക്കുക.
താടങ്കയുഗളീഭൂത തപനോഡുപമണ്ഡലയായ ആ അമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീമാത്രേ നമഃ.